നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭഗവത്ഗീത വായിക്കാൻ സാധിച്ചില്ല. വേറൊന്നുമല്ല, കാരണം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ഇന്നലെയാണ് ഞാൻ തിരിച്ചെത്തിയത്. ആ മഹാകുംഭമേളയിൽ ഞാൻ കണ്ടതും കേട്ടതുമായ വിശേഷങ്ങൾ ഉടൻ തന്നെ ഞാൻ വീഡിയോ ആക്കി ഇടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഭഗവത്ഗീത തുടർന്ന് വായിക്കാം. സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഇന്ന് നമുക്ക് 13-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർധീരസ്തത്ര ന മുഹ്യതി. ദേഹിന, ദേഹിക്ക്, അതായത് ആത്മാവിന്, നമ്മുടെ ജീവന്, ദേഹത്തോട് കൂടിയവനാണ് ദേഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദേഹിക്ക് അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ, യഥാ കൗമാരം യൗവനം ജരാ, എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും അതായത് വാർദ്ധക്യവും ഭവിക്കുന്നത്, തഥാ അതുപോലെ തന്നെ ദേഹാന്തരപ്രാപ്തി, ദേഹാന്തരപ്രാപ്തിയും ഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ദേഹത്തെ പ്രാപിക്കുന്നതും സംഭവിക്കുന്നു. തത്ര ധീര ന മുഹ്യതി, അതിൽ ധീരൻ മോഹിക്കുന്നില്ല. ഇവിടെ ധീരൻ എന്ന് വെച്ചാൽ വിവേകശാലികൾ അതിൽ ദുഃഖിക്കുന്നില്ല എന്നർത്ഥം. ഇവിടെ ദേഹിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് അല്ലെങ്കിൽ ആത്മാവിന്, അത് വസിക്കുന്ന ശരീരത്തിൽ കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകൾ എങ്ങനെയാണോ ദുഃഖത്തിന് കാരണമായി തീരാത്തത്, അതുപോലെ ദേഹാന്തരപ്രാപ്തി എന്നത്, അതായത് മരണം തന്നെ ഒരു അവസ്ഥയാണ്, അത് ദുഃഖത്തിന് കാരണമാവുന്നില്ല. ആ ആത്മാവിന് ആ ശരീരത്തെയും അല്ലെങ്കിൽ ആ ശാരീരിക അനുഭവങ്ങളെയും ത്യജിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരിക്കലും ദുഃഖത്തിന് കാരണമാവുന്നില്ല. ഇത് അറിയുന്നവൻ, അതായത് ഈ വിവേക ബുദ്ധി ഉള്ളവൻ ഒരിക്കലും ദുഃഖിക്കാറുമില്ല. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ദിവസവും ഉറങ്ങാറുണ്ട്, സുഷുപ്തി അവസ്ഥ എന്നാ പറയാ. ആ സുഷുപ്തിയില്, അതായത് ഉറക്കത്തില്, നമ്മൾ ഈ ശരീരത്തെയും ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ വിട്ടു നിൽക്കാറുണ്ട്. അത് ഒരിക്കലും നമുക്ക് ദുഃഖത്തിന് കാരണമായിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങി എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഈ സുഷുപ്തി അവസ്ഥയില് നമ്മുടെ ആത്മാവ് സുഖിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഈ ആത്മാവിന് ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ടി വരില്ലോ എന്നൊരിക്കലും നമ്മൾ ദുഃഖിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ജീവന് അല്ലെങ്കിൽ ആത്മാവിന് ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ, അതായത് മരണം എന്ന അവസ്ഥ ഒരിക്കലും ദുഃഖത്തിന് കാരണമാകരുത്. ഇവിടെ ദേഹിക്ക് നാശം സംഭവിച്ചിട്ടില്ല, അതായത് ആത്മാവിന് നാശമില്ല. അത് വർത്തിക്കുന്ന ദേഹം മാത്രമാണ് നശിക്കുന്നത്. ഈ ദേഹി, അതായത് ആത്മാവ്, മറ്റു പല ദേഹങ്ങള് സ്വീകരിക്കുകയും അതിൽ വസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിവേകം ആർക്കാണോ ഉള്ളത്, അവനാണ് ധീരൻ എന്ന് പറയുന്നത്. ആ ധീരനായിട്ടുള്ള വ്യക്തി ഏതവസ്ഥയിലും, എന്ത് ക്ലേശങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ദേഹാന്തരപ്രാപ്തിയിൽ പോലും, അതായത് മരണത്തിൽ പോലും സമചിത്തതയോടെ വർത്തിക്കുന്നു. ഇവിടെ അർജുനനോട് ഈ ഒരു വിവേകമുണ്ടായാൽ ഈ ദുഃഖമൊക്കെ തീരും എന്നും ആ വിവേകം ഉണ്ടാകാനുള്ള മാർഗം എന്താണ് എന്നും ഉപദേശിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാപായിനോ നിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരത. കൗന്തേയ എന്ന് സംബോധന ചെയ്യാണ്. അല്ലയോ കുന്തിപുത്ര അർജുന, മാത്രാസ്പർശാ തു,
ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ശീതോഷ്ണ സുഖ ദുഃഖദ, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും ആഗമാപായിന, വരുകയും പോവുകയും ചെയ്യുന്നതും, അനിത്യാഹ, അനിത്യങ്ങളും നിത്യമല്ലാത്തതും, അതായത് താൽക്കാലികമായി മാത്രം ഉണ്ടാവുന്നതും ആകുന്നു. ഭാരത, അല്ലയോ ഭാരത എന്ന് വെച്ചാൽ അർജുന, താൻ തിതിക്ഷസ്വ, അവയെ ധൈര്യത്തോടെ സഹിക്കണം. ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ വസ്തുക്കളിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോഴാണ് നമുക്കതിൽ മോഹം ജനിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളും വസ്തുക്കളുമായുള്ള ബന്ധം ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ദുഃഖവുമാണ് നമുക്ക് നൽകുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നവർ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ആ ബന്ധനത്തിൽ കുടുങ്ങുകയും ചെയ്യും. ഇന്ദ്രിയ വിഷയങ്ങളിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം ഉണ്ടാവുകയും ഇല്ല. ഇങ്ങനെ ക്ഷണികങ്ങളായ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും നിവർത്തിച്ച് തന്നിൽ തന്നെ ഒതുങ്ങുമ്പോഴാണ് സത്യത്തെക്കുറിച്ചുള്ള ആ വിവേകം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ, സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. പുരുഷർഷഭ, അല്ലയോ പുരുഷശ്രേഷ്ഠ, സമദുഃഖ സുഖം, സുഖദുഃഖങ്ങളെ ഒരുപോലെ ഗണിക്കുന്നവനായി, ധീരം, ധീരനായിരിക്കുന്ന, യം പുരുഷം, ഏതൊരു പുരുഷനെയാണോ, ഏതേ ന വ്യഥയന്തി, ഇവയൊക്കെ ദുഃഖിപ്പിക്കുന്നില്ലയോ, സ, അവൻ, അമൃതത്വായ കൽപ്പതേ, അമൃതത്വത്തിന് അർഹനായി തീരുന്നു. അമൃതത്വം എന്ന് വെച്ചാൽ മോക്ഷം, മോക്ഷത്തിനായി അർഹത നേടുന്നു. അതായത് ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ആർക്കാണോ വിട്ടുനിൽക്കാൻ സാധിക്കുന്നത് അവരെ വിവേകം ഉണ്ടാകുന്നുള്ളൂ. അതായത് എല്ലാ അനുഭവങ്ങളും ഒരുപോലെ ഗണിക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ സമചിത്തതയോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പിന്നെ പുനർജന്മം ഉണ്ടാകുകയും ഇല്ല. ഇങ്ങനെ വിവേകിയായ ഒരാൾ കാലം കൊണ്ട് അമൃതത്വത്തിന് അർഹനാകുന്നു, അതായത് മോക്ഷത്തിന് പ്രാപ്തനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സത, ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിഃ. അസത ഭാവ, അസത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത്, അസത്തിന്, ഇല്ലാത്തതിന് ഉണ്ട് എന്നുള്ള ആ ഭാവം, ന വിദ്യത്തെ, ഉണ്ടാകുന്നില്ല. പിന്നെയോ സത അഭാവ ന വിദ്യത്തെ, സത്തിന്, അതായത് ഉള്ളതിന് അഭാവം, ഇല്ല എന്നുള്ള അവസ്ഥയും ഉണ്ടാകുന്നില്ല. അതായത് ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയുമില്ല, ഉള്ളത് ഒരിക്കലും ഇല്ലാതെ ആവുകയും ചെയ്യുന്നില്ല. കിന്തു, പക്ഷേ, തത്വദർശിഭി, തത്വദർശികൾ, അനയോ ഉഭയോ, ഇതിൻ്റെ രണ്ടിൻ്റെയും അന്തഃദൃഷ്ടം, യാഥാർത്ഥ്യം ദർശിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കും. അതായത് ഇവിടെ ഉള്ളത് കയറാണ്, ആ കയറ് ഇല്ലാതെയായി, അവിടെ ഇല്ലാത്തതായിട്ടുള്ള ആ പാമ്പ് അവിടെ ഉണ്ടായി. അയാളുടെ ദൃഷ്ടിയിൽ കയറിനെ പാമ്പായിട്ടാണ് തോന്നിയത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കയറ് ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ പാമ്പ് അവിടെ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ ഉണ്ടായ അനുഭവം സർപ്പത്തിന്റെ ആണേനും. എന്നാൽ അവിടെ ഒരു വിളക്കിന്റെ പ്രകാശത്തിൽ ഓ ഇത് പാമ്പല്ല കയറാണ് എന്ന ബോധം ഉണ്ടായിത്തീരുകയും ചെയ്യും. അതുപോലെ വിജ്ഞാനമായ പ്രകാശം കൊണ്ട് അവിദ്യയെ മാറ്റുകയും ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ള അറിവ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ
അതായത് ഈ ബ്രഹ്മം മാത്രമേ സത്താ മാത്രമായിട്ടുള്ളൂ എന്നും ഈ ജഗത്ത് അതായത് ഈ പ്രപഞ്ചം നമ്മുടെ മനസ്സിന്റെ ഒരു വിഭ്രാന്തി മാത്രമായിരുന്നു എന്നും ബോധ്യം വരും. ഈ യാഥാർത്ഥ്യം തത്വദർശികൾ നേരത്തെ ദർശിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം നമുക്ക് വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ